ഹലോ അസ്സലാമു അലൈക്കും. ആരെങ്കിലും ഇതുപോലത്തെ കടല പുഴുങ്ങി കഴിച്ചവരുണ്ടാ? കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. പുഴുങ്ങിയിട്ട് അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ അവിടെ ഒരു 1.5 കിലോ കടല എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കർക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം വേവണം കേട്ടോ. ഒരു 5-6 വിസിൽ വരണം, എന്നാലാണ് നമ്മൾ കടല നല്ലോണം വെന്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. മക്കളെ, നമ്മുടെ കടല ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പക്കൊട്ടയിലേക്കാണ്ട് ഒഴിച്ച് വെക്കാം. വെള്ളമൊക്കെ എന്നാണ്ട് പൊഴി കിട്ടാൻ. അതിൻ്റെ ശേഷം നമുക്കിത് പൊട്ടിച്ച് ചൂടാറിൻ്റെ ശേഷം ഇങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ പറയല്ല, നിങ്ങളെല്ലാവരും ഇതുപോലെ കടല കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. കണ്ട, നല്ല ടേസ്റ്റാണ്. കുട്ടികളും വലിയവരും ഒക്കെ തിന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ പുഴുങ്ങുമ്പോൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടാ. ഇനി ഉപ്പിടണ എന്നുള്ള ആ സംശയമൊന്നും വേണ്ട. അപ്പം നമുക്കിതൊന്ന് ഊറ്റിയിട്ട് ഇതിന് വെള്ളമൊക്കെ ഒന്ന് കളയാം. അങ്ങനെ ഇതാ നമ്മുടെ കടല പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടും നമുക്കിത് പുഴുങ്ങിയാൽ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾ കടല കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനത്തെ കടല നമുക്ക് തിന്നണത് എന്താ പറയുക, പാല് കുടിക്കണതിന് തുല്യമാണ്. ഈ നിലക്കടല നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതും നമ്മൾ കഴിക്കുന്നതും ഒക്കെ. അങ്ങനെ തന്നെ നമ്മുടെ നിലക്കടല പുഴുങ്ങിയത് ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് പുഴുങ്ങിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, നിലക്കടലൊക്കെ കഴിക്കാത്ത കുട്ടികൾ, അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ നല്ലതാണ്. നമ്മളിതിൻ്റെ കടല മാത്രം വറുത്ത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതിന് തുല്യമാണ് ഈ നിലക്കടല കഴിക്കുന്നത്. അത്രക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ നിങ്ങൾ എവിടെ കടല ഉള്ളത് വെച്ചാൽ അവിടെ പോയി വാങ്ങിക്കൊടുന്നിട്ട് പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കും. അത്രക്കും ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.